അല്ലാഹു അവിടെ ഇബ്ലീസിനെ ശപിക്കുകയാണ്. ആ ശാപം കേട്ടപ്പോഴാണ് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ അവിടെ നിന്ന് കരഞ്ഞു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ രണ്ടാമത്തെ അവസരം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, ഒരാൾക്കും ചിന്തിക്കാൻ കഴിയാത്ത, എത്ര വലിയ ബുദ്ധിയുള്ളവനാണെങ്കിലും അവനൊരിക്കലും ഊഹിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ഊഹിക്കാൻ കഴിയില്ല, അളക്കാൻ കഴിയില്ല. കാരണം സ്വർഗ്ഗം അത്ര വിശാലമാണ്. അള്ളാന്റെ സ്വർഗ്ഗം വല്ലാത്ത വിശാലമാണ്. എത്ര വാഴ പറഞ്ഞാലും അത് നമുക്ക് തിരിയില്ല. ഇത് പറഞ്ഞത് ഞാനല്ല, അള്ള തന്നെയാ പറഞ്ഞത്. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകില്ല. കാരണം സ്വർഗ്ഗം അത്രയും വിശാലമാണ്. അതിനകത്ത് അല്ലാഹു അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീ ഒരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. ഇതാണ് അള്ളാഹുവിന്റെ സ്വർഗ്ഗം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിൽ നിന്ന് ഇബ്ലീസിനെ പുറത്താക്കിയപ്പോ അവനെ വല്ലാതെ കരഞ്ഞുപോയെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മൂന്നാമതായിട്ട് ഇബ്ലീസ് കരഞ്ഞ സമയം ഏതെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്ന പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെയാണല്ലോ ലോകത്തിന്റെ നേതാവ് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പോലും പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഖുർആൻ പോലും പറഞ്ഞല്ലോ പ്രവാചകന് കാരുണ്യമാണ്. ഈ ലോകത്തുള്ള സർവർക്കും കാരുണ്യമായിരുന്നല്ലോ. ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ ദുനിയാവില് മാത്രമല്ല ആഖിറത്തിലും പ്രവാചകന് കാരുണ്യമാണല്ലോ. നമ്മുടെ കയ്യിൽ പിടിക്കാൻ ആ പ്രവാചകനല്ലേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാത്തിനെയും വല്ലാതെ സ്നേഹിച്ചിരുന്നല്ലോ. പ്രവാചകന് കാരുണ്യമാണ്. മദ്രസയിൽ പഠിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളതാ മാൻപേടയുടെ കഥ കേട്ടിട്ടുണ്ട്. മാൻപേടയുടെ കഥ കേട്ടിട്ടുണ്ട്. അല്ലാഹുവേ മൃഗങ്ങളുടെ കഥ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് മാൻപേട സംസാരിച്ച ചരിത്രം നമുക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒട്ടകം പരാതി പറഞ്ഞ കഥകളുണ്ടല്ലോ. കുതിരകൾ കഥ പറഞ്ഞ കഥയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ഒരു സഹാബിയതാ ആദാ സഹാബി അല്ലാഹുവിന്റെ റസൂൽ കാണുമ്പോ ചോദിക്കും, നിന്റെ കിളിക്ക് സുഖമാണോ? നിന്റെ കിളിയെ വീട്ടിൽ വളർത്തുന്ന കിളിയെ കുറിച്ച് പോലും അല്ലാഹുവിന്റെ പ്രവാചകന് ചോദിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ ആ പ്രവാചകൻ ഈ ഭൂമുഖത്തേക്ക് ആമിന റളിയല്ലാഹു തആല ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ, യാ റസൂലല്ലാഹ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വല്ലാതെ കരഞ്ഞു പോയി നബിയേ. ഇബ്ലീസ് മുത്തി നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നാലാമതായിട്ട് ശപിക്കപ്പെട്ടവന് പറയുകയാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കരഞ്ഞു പോയ നാലാമത്തെ സമയം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുണ്ടല്ലോ. ആ ഫാത്തിഹ ഇറങ്ങിയ സമയത്താണ് മുത്തി നബിയേ ഞാൻ വല്ലാതെ
വല്ലാതെ കരഞ്ഞു പോയതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് ഇബ്ലീസ് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഇബ്ലീസ് കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഫാത്തിഹയുടെ മഹത്വമാണ് ഞാനും നിങ്ങളും വെറുതെ ഓതിക്കളയാറുണ്ടല്ലോ എങ്കിൽ യഥാർത്ഥത്തിൽ ഫാത്തിഹയുടെ മഹത്വം എന്താണെന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളൊക്കെ ഓതാറുള്ള സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹയുടെ മഹത്വം ചിന്തിച്ചു നോക്ക്. ആ സൂറത്ത് ഇറങ്ങിയപ്പോഴാ ഇബ്ലീസ് കരഞ്ഞു പോയത്. അപ്പൊ അത് സാധാരണ സൂറത്തല്ല, അത് ഫാത്തിഹ സാധാരണ സൂറത്തല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഫാത്തിഹ ശിഫയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നാണ്, ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഫാത്തിഹ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അലിയാർ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, അലിയേ നീ സ്വർഗ്ഗത്തിലാണ്. ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്രായത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ എടുത്തു വളർത്തിയ മകനാണ് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ചെറുപ്പം മുതലേ പ്രവാചകന്റെ വീടിന്റെ അകത്ത് വളർന്ന ചെറുപ്പക്കാരനാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ? മഹാനായ അബൂ താലിബിന്റെ പ്രിയപ്പെട്ട മകനാണ് അലി ഇബ്നു അബീ ത്വാലിബ്. അലിയാർ തങ്ങൾ അബൂ താലിബിന്റെ മകനാണ്. പടച്ചവനെ, പ്രവാചകനെ എടുത്തു വളർത്തിയത് അബൂ താലിബാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പിതാവ് ജനനത്തിന് മുമ്പേ മുത്തുനബിയെ കൈവിട്ടു പോയല്ലോ. കണ്ടുമുതിരുന്നതിന് മുമ്പ് ഉമ്മയും കൈവിട്ടു പോയല്ലോ. ആ യതീമായ മുത്തുനബിയെ അവിടുന്ന് അബൂ താലിബാണ് എടുത്തു വളർത്തിയത്. പ്രവാചകനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അവിടുന്ന് ചരിത്രം പറയുകയാ, സ്വന്തം മക്കള് 4 മക്കളുണ്ടായിരുന്നു. അബൂ താലിബിന് അല്ലാഹുവേ സ്വന്തം മക്കളെക്കാളും സ്നേഹം അല്ലാഹുവിന്റെ റസൂലിനോടാ. സ്വന്തം മക്കളെക്കാളും സ്നേഹം അബൂ താലിബിന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ എടുത്തു വളർത്തി. കാരണം വാപ്പയും പോയി, ഉമ്മയും പോയി, ആരുമില്ലാതെ വന്നപ്പോ അബൂ താലിബാണ് അവിടെ നിന്ന് എടുത്തു വളർത്തിയത്. അവിടെ നിന്ന് ചരിത്രം പറയുന്നു, അബൂ താലിബിന്റെ ചുമലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒപ്പം പോയാലും മക്കളെ കയറ്റിയില്ലെങ്കിലും മുത്തുനബിയെ കയറ്റും. സ്വന്തം മക്കളെ ചുമലിൽ കയറ്റി ഇരുത്തിയില്ലെങ്കിലും റസൂലുള്ളാഹി തങ്ങളെ എപ്പോഴും ചുമലിൽ കയറ്റിയിട്ടാ നടക്കാറ്. തഴമുണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ താലിബിന്റെ ചരിത്രം, മുത്തുനബിയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അബൂ താലിബ് മുത്തുനബി എത്ര സ്നേഹിച്ചിരുന്നു എന്ന് അവിടുത്തെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയും. ശത്രുക്കൾ പോലും പ്രവാചകനെ ഉപദ്രവിക്കാതിരുന്നത് അബൂ താലിബ് ഉള്ളത് കാരണം അബൂ താലിബ് ശത്രുപക്ഷത്തിലെ വലിയ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് കാരണം ആരും പ്രവാചകന്റെ അബൂ താലിബിന്റെ വഫാത്തിന് ശേഷമാണ് പ്രവാചകനെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. എല്ലാവരും അത്രയ്ക്കും സ്നേഹമായിരുന്നു. അബൂ താലിബ് ഏത് കാര്യത്തിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപന്തിയിൽ ചോദിക്കാനും പറയാനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ വേദനയുണ്ടായ ഒരു സംഭവമായിരുന്നല്ലോ. അബൂ താലിബ് മുസ്ലിമായിട്ടല്ല മരണപ്പെട്ടു പോയത്. അവിടെ നിന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ പോയിരുന്നിട്ട് കയ്യും കാലൊക്കെ ഒന്ന് പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരൊറ്റ പ്രാവശ്യം ഞാൻ കൊണ്ടുപോകാൻ നിങ്ങളെ സ്വർഗത്തിൽ, ഒരേ ഒരു പ്രാവശ്യം പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറഞ്ഞില്ല. കാരണം എന്തേ? അവിടെ നിന്ന് അബൂ താലിബിന് അറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് മുഴുവനും ശരിയാണെന്ന് അറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ, ഇന്നും അങ്ങനെയാണല്ലോ ഈഗോ. പലരുടെയും മുന്നിൽ ഒറ്റപ്പെട്ടു പോകും. എല്ലാവരും ഞാൻ ഭീരുവാണെന്ന് പറയും. അവസാനം മുസ്ലിമായി പോയല്ലോ, മുഹമ്മദിന്റെ കൂടെ പോയല്ലോ എന്ന് എന്നെ ഭീരുവെന്ന് നാട്ടുകാർ പറയും. അതുകൊണ്ട് ഞാൻ പറയില്ല. തല മുതൽ തടകാൻ തുടങ്ങി. മരിക്കാൻ കിടക്കുന്ന സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചാരത്ത് ചെന്നിരുന്നിട്ട് തലഭാഗം മുതൽ ശരീരത്തിങ്ങനെ തടക. ഒരേ ഒരു പ്രാവശ്യം പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം കാലിന്റെ ഭാഗം എത്തിയപ്പോ വരുന്നു മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് കയ്യങ്ങ് തട്ടിമാറ്റി. അവിടുന്ന് തട്ടിമാറ്റിയിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, നബിയേ, ഹിദായത്ത് കൊടുക്കുന്നവൻ അങ്ങല്ല, അല്ലാഹുവാ ഒരു മനുഷ്യന് ഹിദായത്ത് കൊടുക്ക്. കൈ തട്ടിമാറ്റി. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ആർക്കാ? അബൂ താലിബിനാ. പ്രവാചകന് തല മുതൽ കാലിന്റെ ഭാഗം വരെ തൊട്ടു. പ്രവാചകൻ തൊട്ട സ്ഥലം നരകം തൊടില്ല.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊട്ട സ്ഥലം നരകം തൊടൂല. അപ്പം ശരീരം തല മുതൽ കാലിന്റെ മുകൾ ഭാഗം വരെ തടകി, കാലിന്റെ അടിഭാഗത്ത് തടകാൻ പറ്റിയില്ല. അതുകൊണ്ട് നാളെ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ താലിബിനാണ് 2 ചെറിയ ചെരുപ്പുകൾ, തീയാലുള്ള 2 ചെറിയ ചെരുപ്പുകൾ. ആ ചെരുപ്പ് കാലിലെടുത്ത് ധരിച്ചാൽ തലച്ചോറ് തിളച്ചു മറിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെരുപ്പ് ധരിക്കുമ്പോ തലച്ചോറ് തിളയ്ക്കുന്നുണ്ടെങ്കിൽ ഈ തീക്കകത്തിട്ട് കത്തിക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ പ്രവാചകനെ എടുത്തു വളർത്തിയ അബൂ താലിബിന്റെ മകനാണ് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു. അപ്പൊ അവിടുത്തെ വഫാത്തിന് ശേഷം പ്രവാചകൻ എടുത്തു വളർത്തി. ഓരോ മക്കളെയും ഒരാൾ കുടുംബക്കാര് കൊണ്ടുപോയി. അങ്ങനെ അലിയാര് തങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന് കൂടെ വളർത്താൻ തുടങ്ങി. അവസാനം പ്രവാചകന് പ്രബോധനവുമായി കടന്നു ചെന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തിറങ്ങി കുടുംബക്കാരോട് മുഴുവനും ദഅവത്ത് ചെയ്യാൻ. അങ്ങനെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് അവിടുന്ന് ഭക്ഷണമെല്ലാം കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ അവരോട് നസീഹത്ത് ചെയ്തു, നിങ്ങൾ എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വരണം, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അവിടുന്ന് പ്രബോധനം നടത്തിയിട്ട് പ്രവാചകൻ ചോദിച്ചു, ആരാ എന്റെ കൂടെ കൂടാനുള്ള ആരെങ്കിലും ഉണ്ടോ? കുടുംബക്കാര് മുഴുവനും തലതാഴ്ത്തിയിരിക്കുകയാണ്. എല്ലാവരും തലതാഴ്ത്തിയിരിക്കുമ്പോൾ മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ ഞാനുണ്ട്. അന്ന് ചെറിയ കുട്ടികളിൽ ആദ്യമായിട്ട് മുസ്ലിം ആയത് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് ചെറുപ്പത്തിലെ മുസ്ലിമായി. അലി റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ ഒരിക്കലും, കാരണം ചെറുപ്പം മുതലേ പ്രവാചകന്റെ കൂടെ, അത് കാരണം ഒരു വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ചിട്ടില്ല മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, പ്രവാചകനെ വല്ലാതെ സ്നേഹിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ അദബ് പഠിപ്പിച്ചു കൊടുത്തത് പ്രവാചകനാ. അതുകൊണ്ട് തന്നെ മുത്തുനബിയുടെ കൂടെ വളർന്നു. പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല യുദ്ധങ്ങൾക്കും പല കാര്യങ്ങൾക്കും നേതാവായിട്ട് വലിയ വലിയ സഹാബത്ത്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, ഹംസ റളിയല്ലാഹു തആല അൻഹുണ്ട്. ഒരുപാട് സ്വഹാബാക്കൾ നിൽക്കുമ്പോഴും പല കാര്യങ്ങൾക്കും പല യുദ്ധങ്ങളുടെയും നേതാവായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൊടിയെടുത്തു കൊടുത്തത് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. വല്ലാത്ത ധൈര്യമായിരുന്നു, വല്ലാത്ത ശക്തിയായിരുന്നു. പടച്ചവനെ, ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കൂ. ചില പേര് കേൾക്കുമ്പോൾ ശത്രുക്കൾക്ക് വല്ലാത്ത ഭയമായിരുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ആ പേര് കേൾക്കുമ്പോഴേ ഇബദാ ശത്രുക്കൾക്ക് വല്ലാത്ത പേടിയായിരുന്നു. മഹാനായ സയ്യിദു ശുഹദായ ഹംസ റളിയല്ലാഹു തആല അൻഹു, ആ പേര് കേൾക്കുമ്പോഴേ ശത്രുക്കൾക്ക് ഭയമായിരുന്നു. അതുപോലെ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു, ഈ പേരുകൾ കേൾക്കുന്നത് ശത്രുക്കൾക്ക് വല്ലാത്ത പേടിയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖൈബറിന്റെ ചരിത്രം എടുത്തു നോക്കൂ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശക്തി അറിയണമെങ്കിലോ ആ ചരിത്രങ്ങൾ പറയുകയാണ്. 70 സഹാബികൾ പൊക്കിയാൽ പൊങ്ങാത്ത കവാടമാണ്. ഖൈബറിന്റെ യുദ്ധമൊക്കെ എടുത്തു നോക്ക്. 70 സഹാബത്ത് ഒരുമിച്ച് പൊക്കിയാൽ പോലും പൊങ്ങാത്ത എന്റെ പ്രിയപ്പെട്ടവരെ കവാടമാണ് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പരിചയമായിട്ട് ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ടിരുന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പാവപ്പെട്ടവനാ. ആ അലി റളിയല്ലാഹു തആല അൻഹുവും പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അലിയെ ആരിഷ്ടപ്പെടുന്നു അവനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ അലിയെ പ്രവാചകൻ എത്രയാണ് ഇഷ്ടപ്പെട്ടതെന്നറിയുമോ? മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകത്തൻ നിങ്ങൾക്കറിയുമല്ലോ. ആ അബൂബക്കർ തങ്ങളാണ് മുത്തിന്
നബി തന്റെ പൊന്നാര മകളെ വിവാഹ ആലോചന നടത്തുന്നു എന്നറിഞ്ഞപ്പോ അബൂബക്കർ തങ്ങളെ കടന്നു ചെന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഫാത്തിമാനെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണ് കെട്ടാനുള്ള മോഹം കൊണ്ടല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമാണല്ലോ. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാ എന്ന മുത്തുനബി പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളെ വിവാഹ ആലോചന നടത്തി. എന്തിനു? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങൾ തന്നെ ചോദിച്ചല്ലോ. പല പ്രമുഖരായ സഹാബികൾ, പല കോടീശ്വരന്മാർ എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ചെന്ന് തന്റെ പൊന്നാര മകളെ ചോദിച്ചു. റസൂലുള്ളാഹി മറുപടി പറഞ്ഞില്ല. പക്ഷേ അല്ലാഹു ആരെയാണ് തെരഞ്ഞെടുത്തത്? മുത്തുനബി ആരെയാണ് തെരഞ്ഞെടുത്തത്? അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ, ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു പുതിയാപ്പളയെ തെരഞ്ഞെടുക്കുകയാണ്. മുത്തുനബിയുടെ മുന്നിൽ ജിബ്രീലാമെന്ന് പറഞ്ഞു കൊടുത്തത് നബിയേ, ഫാത്തിമാനെ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചു കൊടുക്ക നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവാണ് തീരുമാനമെടുത്തത്. അല്ലാഹുവാണ് ഫാത്തിമയുടെ വരനെ കണ്ടെത്തിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് തന്റെ പൊന്നാര മകളെ കെട്ടിച്ചു കൊടുക്കുമ്പോ അലിയാർ തങ്ങൾ എത്ര പാവപ്പെട്ടവനെന്നറിയുമോ? അലിയാർ തങ്ങളുടെ ജോലി എന്തെന്നറിയുമോ? പടച്ചവനെ, പുല്ലറുത്തുകൊണ്ട് രാവിലെ പോയി പുല്ലറുത്തിട്ട് ഒട്ടകമുള്ള കുതിരകളുടെ വീടുകളിൽ കൊണ്ടുകൊടുത്തിട്ട് കെട്ടുന്ന പൈസ കൊണ്ട് ജന്നത്തെ ദിവസം കഴിച്ചു കൂട്ടുന്ന പാവപ്പെട്ടവനായ അലിയാരിതങ്ങൾ. ആ അലിയാരിതങ്ങൾക്കാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളെ കെട്ടിച്ചു കൊടുത്തത്. അത് മതി സഹോദര, അല്ലാഹുവിന്റെ പ്രവാചകൻ ആ അലിയെ സ്നേഹിച്ചതിന്റെ മഹത്വം മനസ്സിലാക്കാൻ. എത്രയോ പ്രമുഖരായ സഹാബികൾ, സമ്പന്നന്മാര് പോയി ചോദിച്ചു, കെട്ടിച്ചു കൊടുത്തില്ല. അള്ളാഹുവാണ് പറഞ്ഞു കൊടുത്തത് അലിയാര് തങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ. അള്ളാഹുവിന്റെ തീരുമാനം വരണമെങ്കിൽ അലിയാര് തങ്ങൾ അള്ളാഹ് എത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു കൊടുത്തു. ചരിത്രം അറിയാലോ. അലിയാര് തങ്ങളോട്, അലിയാര് തങ്ങൾക്ക് പിന്നെ പ്രവാചകന്റെ മകളോട് വലിയ സ്നേഹമായിരുന്നു. അത് വേറെ കാര്യം. കാരണം രണ്ടുപേരും ഒരു വീട്ടിലാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല പ്രേമോല്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അലിയാര് തങ്ങൾക്ക് ഫാത്തിമ ബീവിയോട് വലിയ സ്നേഹമായിരുന്നു. കാരണം പ്രവാചകന്റെ മകളാണല്ലോ. രണ്ടുപേരും വലിയ സ്നേഹത്തിലായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ പോയി ചോദിച്ചില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടുന്ന് ചരിത്രം പറയുന്നുണ്ട്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹ ആലോചന നടത്തുന്നു എന്ന് അലിയാര് തങ്ങളോട് ആരോ പറഞ്ഞു. അലിയെ, ഫാത്തിമ ബീവി അവിടെ കെട്ടിച്ചു കൊടുക്കാൻ പോക, കല്യാണ ആലോചനയൊക്കെ നടക്കുന്നുണ്ട്, നീ ഇങ്ങനെ നടന്നോ? അലിയാര് തങ്ങൾ ഇത് കേട്ടപ്പോ, പടച്ചവൻ എന്തായാലും മുത്തുനബിയോട് ചോദിക്കണം, റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കണം, എങ്ങനെ കരുതി കിട്ടി ചങ്ങാതി നടക്കാം. ഇങ്ങനെ നടന്ന് അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ വന്നങ്ങ് പെട്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലാണ് അലിയാര് തങ്ങള്. അലിയാര് തങ്ങളെ കണ്ട ഉടനെ പ്രവാചകൻ ചോദിച്ചു, എന്തേപ്പാ ഈ സമയത്ത്? എന്താ ഈ സമയത്ത്? എന്താ അലിയെ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാപ്പയല്ല, കണ്ട ഉടനെ വരളാൻ തുടങ്ങി. അബൂബക്കർ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒന്നുമില്ല നബിയെ. ഇല്ലല്ലോ, എന്തോ ഉണ്ടല്ലോ. എന്താ അലി, എന്തോ ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല നബിയെ. മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, ഫാത്തിമാനെ നീ കല്യാണം കഴിക്കുമെന്ന്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, എന്റെ മോളെ നീ വിവാഹം കഴിക്കുമോ അലിയെ? അലിയാര് നിങ്ങൾ കണ്ണും തെള്ളിയിട്ട് നിൽക്ക. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്തൊരു ചോദ്യമല്ലേ. പക്ഷെ പ്രവാചകൻ ഒരിക്കലും കളിയാക്കാറില്ല. റസൂലുള്ളാഹി ഒരിക്കലും അങ്ങനെ കളിയാക്കുന്ന തമാശ ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ഇവിടെ നിന്ന് ചോദിച്ചു, പ്രവാചകൻ ചോദിച്ചു, എന്റെ മകള് ഫാത്തിമയെ നീ വിവാഹം കഴിക്കോ? അലിയാര് നിങ്ങൾ മിണ്ടാതെ നിന്നു. അവിടെ നിന്ന് മറുപടി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബി അടുത്ത ചോദ്യം ചോദിച്ചു, മഹർ കൊടുക്കാൻ നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ അലിയെ? മഹർ കൊടുക്കാൻ നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല പറഞ്ഞു, എന്റെ 5 നയാ പൈസ എന്റെ ഇല്ല നബിയെ. കാരണം പാപ്പ തന്നെ അല്ലേ, മുത്തുനബിയല്ലേ വളർത്തണേ. ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. അംബാനി എന്റെ മോനാണെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ ഫ്ലൈറ്റ് ഉണ്ടെന്നോ കപ്പലുണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല. അത്തപ്പാടിയ നബി, ഒന്നുമില്ല എന്റെ കയ്യിൽ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രങ്ങൾ നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് തൻ്റെ പൊന്നുമകളെ വിവാഹം കഴിച്ചു കൊടുത്തത്. പ്രവാചകൻ തൻ്റെ പൊന്നാര മകളെ കെട്ടിച്ചു വിടുമ്പോൾ, ഇന്ന് നമ്മളൊക്കെ കെട്ടിച്ചു വിടുമ്പോൾ കാറ് 101 പവന്, ചെരുപ്പ് വരെ സ്വർണം. ഇപ്പം അൽഹംദുലില്ലാ കൊറോണ വന്ന കാരണം അതൊന്നും കാണാൻ തന്നെ ഇല്ല. നല്ല കാര്യം. മറ്റേ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആർഭാടങ്ങൾ, എന്തെല്ലാം അനാചാരങ്ങൾ. ഇപ്പൊ പടച്ചവനെ അല്ലേ, നേരത്തെ കാലം നോക്കിക്കേ, കല്യാണം വിളിച്ചിട്ട് പോയില്ലെങ്കിൽ പ്രശ്നം. കല്യാണം വിളിച്ചിട്ട് അവൻ എന്നെ വിളിച്ചില്ലല്ലോ, കല്യാണത്തിനല്ല പെണ്ണ് കാണാൻ പോയപ്പോ എന്നെ വിളിച്ചില്ലല്ലോ, വളയിടിയിൽ പോയപ്പോ എന്നെ വിളിച്ചില്ലല്ലോ, പിന്നെ ഇനി കല്യാണത്തിന് ഞാൻ പോകണമെന്നില്ലേ? മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്തിരുന്ന് തുണി ഇങ്ങനെ തയ്ക്കുക. ഇന്ന് മാത്രമല്ല തയ്യല്, അന്നുണ്ട് കേട്ടാ. പെൺമക്കൾക്ക് തയ്യല് പഠിപ്പിച്ചു കൊടുക്കണമെന്നാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളിന്ന് എന്താ പഠിപ്പിക്കണേ? ഈ ഇരിക്കുന്നതിൽ എത്ര പേരുടെ ഭാര്യമാർക്കാ തയ്ക്കാൻ അറിയുന്ന? ഒന്ന് കൈപൊക്കിക്ക്. ഭാര്യയുടെ കാര്യം പോട്ടെ, മക്കൾക്ക് അറിയുന്നവരുണ്ടോ? സ്വന്തം മക്കളെ തയ്ക്കാൻ പഠിപ്പിച്ച്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തയ്ക്കാൻ പഠിപ്പിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം എന്തേ? പെണ്ണുങ്ങൾക്ക് ചുമ്മാ ഇരിക്കുന്നത് ഇഷ്ടമല്ല അല്ലേ? വാപ്പ കഷ്ടപ്പെട്ട് പഠിപ്പിക്കും. പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് കെട്ടിക്കൊണ്ട് വീട്ടിൽ ഭർത്താവ് വന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയി. പിന്നെ വീട്ടിൽ ഇരിക്കുമ്പോ മടി. തയ്ക്കാൻ പഠിപ്പിക്കും. ചുമ്മാ ഇരിക്കത്തില്ലല്ലോ, തച്ചോണ്ടിരിക്കും. ഇപ്പൊ തച്ചോണ്ടല്ല, കുത്തിക്കൊണ്ടായിരിക്കുന്ന മൊബൈലില്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചങ്ങാതി, പെൺകുട്ടികളെ തയ്ക്കാൻ പഠിപ്പിക്ക്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെന്ന കാര്യമല്ലേ? അത് വെറുതെ അല്ല പഠിപ്പിച്ചേ. ഇപ്പൊ ഏറ്റവും വലിയ ബിസിനസ് ആപ്പാ. തയ്ച്ചു കഴിഞ്ഞാൽ ഒരു ചുരിദാർ തയ്ക്കണമെങ്കിൽ 300 രൂപ കണ്ട. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് തച്ചുകൊണ്ടിരിക്കുമ്പോ സൂചി താഴെ വീണു. സൂചി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിന്റെ അകത്തേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് പ്രവാചകന്റെ മുഖത്തെ പ്രകാശം കൊണ്ടാ താഴെ കിടന്ന സൂചി എടുത്തത്. ചിന്തിച്ചു നോക്ക്. അവിടെ നിന്ന് മറ്റൊരു ചരിത്രത്തിൽ പറയുന്നു, സൂചിയിൽ നൂല് ഇരുട്ടത്തായിരുന്നു, പ്രവാചകന്റെ മുഖത്തെ പ്രകാശം കൊണ്ടാ സൂചി ഉരുത്തേന്ന്. അപ്പൊ ആ പ്രവാചകൻ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, എന്നെ കാണാത്തവർക്ക് നാശം, എന്നെ കാണാത്തവർക്ക് നാശം. അള്ളാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങയെ കാണാത്തതാരാണ്? അങ്ങയെ കാണാത്തതാരാണ്? പിശുക്കന്മാർക്കാണ് ആയിഷ, പിശുക്കന്മാർക്കാണ് ആയിഷ. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ? പിശുക്കന്മാരാരാണ് നബിയേ? മുത്തുനബി പറയുന്നു, ആയിഷ, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവർ, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവർ, അവർ പിശുക്കന്മാരാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, മുസമ്മിലായ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ, കിസ്റയെയും കൈസറിനെയും ആ കൈപ്പിടിയിൽ ഒതുക്കിയ നബി മുഹമ്മദ് മുസ്തഫ, ആ മദീനയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ, സ്വർഗ്ഗത്തിന്റെ നേതാവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവൻ അവനാണ് പിശുക്കനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് അലിയാർ തങ്ങൾക്ക്. ആ അലിയാർ തങ്ങളും പ്രവാചകന്റെ പൊന്നാര മകളും തമ്മിലുള്ള ജീവിത ചരിത്രം, അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള ചരിത്രങ്ങൾ, അത് വല്ലാതെ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് മുഴുവനും മാതൃകയാകുന്ന ജീവിതം. ഒരുപാട് ചരിത്രങ്ങൾ പറയാനാണെങ്കിൽ അത് മാത്രമേ കാണൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ വഫാത്തിന് ശേഷം 4ാമത്തെ ഖലീഫയായിട്ട് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. അലിയാർ തങ്ങൾ ഭരണാധികാരിയായി കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ രംഗം നമുക്കറിയാം. അന്ന് മുസ്ലിമീങ്ങൾ പരസ്പരം തമ്മിലടിക്കുകയാ. സഹാബാക്കൾ പരസ്പരം മുനാഫിക്കീങ്ങളും അതുപോലെ കുറച്ച് മുസ്ലിമീങ്ങൾ, ഇവരാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ നിന്ന് വധിക്കപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെയുള്ള ഭരണം അത്ര നല്ല ഒരു ഭരണമായിരുന്നില്ല. ഇസ്ലാമിൽ വല്ലാതെ പരസ്പരം തമ്മിലടിയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞു. അലിയാർ തങ്ങൾ ഖലീഫയായി അവിടെ നിന്ന് ഭരണം തുടങ്ങുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങളായി. എന്റെ പ്രിയപ്പെട്ടവരെ, മുനാഫിക്കുകൾ വീണ്ടും കടന്നു വന്നു. ഖവാരിജാക്കൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ ഇന്നും നമുക്കറിയാം. ഷിയാക്കളൊക്കെ, അവരൊക്കെ ഇന്ന് കാണിക്കുന്ന രംഗങ്ങൾ, പള്ളികളിലൊക്കെ ബാങ്ക് വിളിക്കുന്നത് പോലും വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത താടി നിസ്കാര തഴമ്പൊക്കെ ഉള്ളവരാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് എത്രയോ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാർ തങ്ങൾ തന്നെ തന്റെ സമൂഹത്തോട് ഓർമ്മപ്പെടുത്തി, അവർ ഖുർആൻ ഓതും, പക്ഷേ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങാറില്ല. അവർ ഖുർആൻ അനുസരിച്ച് ജീവിക്കാറില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ അവര് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് മഹത്വം നൽകുന്നത്. ഉസ്മാൻ തങ്ങൾ പറ്റിച്ചിട്ടാണ് ഭരണാധികാരിയായത് എന്നൊക്കെ പറഞ്ഞു വരുത്തിയവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ അവരുടെ കാര്യങ്ങൾ, അവരുടെ നിയമങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയാത്തത് ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായി. അവിടെയും പ്രശ്നങ്ങളും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, ആളുകൾ കൂട്ടം കൂടാൻ തുടങ്ങി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലുന്നതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി മുസ്ലിമീങ്ങൾ തന്നെ. ഒരുപാട് പ്രശ്നങ്ങളും അങ്ങനാണല്ലോ. അധികാരം കിട്ടുന്നതിന് വേണ്ടി എന്തെല്ലാം വളഞ്ഞ വഴികളാ നോക്കുന്നേ. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് സഹിച്ചു. അവസാനം ഇവരുമായിട്ട്, ജൂതന്മാരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. എത്രയോ പേരെ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് വധിക്കുകയുണ്ടായി. ഒരുപാട് പേര് കൊല്ലപ്പെട്ടു, ഒരുപാട് പേര് അവിടെ നിന്ന് രോഗികളായി, അവരൊക്കെ കിടപ്പിലായി. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജൂതന്മാർ കൊല്ലുന്നതിന് വേണ്ടി തയ്യാറെടുത്തു വന്നിട്ട് അവസാനം പരാജയപ്പെട്ടു പോയ യുദ്ധങ്ങളുമുണ്ട്. പക്ഷേ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ കൂടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് ഉണ്ടായിരുന്നു. മുത്തുനബിയുടെ സഹാബികൾ കൂടെ നിന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത്, നാലോളം വരുന്ന സ്വഹാബികൾ എന്തിനു തയ്യാറായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ശത്രുക്കൾ എന്തെല്ലാം വഴികൾ നോക്കിയിട്ടും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ കഴിയുന്നില്ല. കാരണം അല്ലാഹുവിന്റെ സഹായമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് ചരിത്രം പറയുകയാ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവസാനം അവിടെ നിന്ന് തന്റെ വഫാത്ത് എടുത്തു വരുമ്പോൾ മഹാനവറുകൾ സുബ്ഹി നമസ്കരിക്കാതെ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അലിയാർ തങ്ങൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു ഗുണമാണ്, മുത്തുനബി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനതാ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുമ്പോ തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് വിളിക്കുന്നോളെ ഫാത്തിമ, എഴുന്നേറ്റ് നമസ്കരിക്കുമോളെ. തഹജ്ജുദ് നമസ്കരിക്കാൻ പ്രവാചകനെ വിളിച്ചുണർത്തുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സുബ്ഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോ വരുന്ന വഴിയിൽ കിടന്നുറങ്ങുന്ന സ്വഹാബാക്കളെ നമസ്കരിക്കാൻ വിളിച്ചുണർത്തുമായിരുന്നു. അതാണ് ഭരണാധികാരി. ഒറ്റയ്ക്കാണ് നടന്നു വരുന്നത്. കൂടെ വരാൻ കരിമ്പൂച്ചകളോ പട്ടാളവോ ഒന്നുമില്ല. ഒറ്റയ്ക്കാണ് അലിയാർ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ഈ രംഗമാണ്, ഈ അവസരമാണ് ശത്രുക്കൾ നോക്കി വെച്ചിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് റമളാൻ 17, അതാ പരിശുദ്ധമായ റമളാൻ 17 മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പള്ളിയിലേക്ക് സുബ്ഹി നമസ്കരിക്കാൻ വരുമ്പോ
അബ്ദുറഹ്മാൻ മുൽജിം എന്ന് പറയുന്ന ഒരു ശത്രുവുണ്ടല്ലോ. അബ്ദുറഹ്മാൻ മുൽജിം എന്ന് പറയുന്ന ഒരു ജൂതനായ മനുഷ്യൻ അതാ വാളിന്റെ അകത്ത് 40 ദിവസമായിട്ട് വിഷം വാളിന്റെ അകത്ത് കലർത്തി വെച്ചിട്ട് കാത്തിരിക്കുകയാ അലിയാര് തങ്ങളെ കൊല്ലാൻ. അങ്ങനെ പടച്ചവനെ സുബഹി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് ഒറ്റയ്ക്ക് നടന്നു വരുന്ന മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അലിയാര് തങ്ങളെ നടന്നു വരുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു മുൽജിം എന്ന് പറയുന്ന ശത്രുവുണ്ടല്ലോ, വിഷം കലർത്തിയ കൊടാത, വിഷം കലർത്തിയ വാളുണ്ടല്ലോ. അതുകൊണ്ട് അലിയാര് തങ്ങളുടെ തലയിലാ വെട്ടുന്നത്. അലിയാര് തങ്ങളുടെ തലയിൽ വെട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. അലിയാര് തങ്ങളുടെ താടി രോമത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. തലയിൽ വെട്ടുകൊണ്ട് അലിയാര് തങ്ങൾ താഴെ വീഴുകയാണ്. പടച്ചറപ്പേ, എല്ലാവരും ഓടിക്കൂടി അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് അലിയാര് തങ്ങളെ പിടഞ്ഞു വീഴുമ്പോ എല്ലാവരും ഓടിക്കൂടി. ആ സമയത്ത് അലിയാര് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു സഹാബിയോട് പോയി ഇമാമത്ത് നിൽക്കാൻ. സമയത്തും തന്റെ തലയിൽ വെട്ടുകൊണ്ടിട്ട് രക്തത്തിൽ കുളിച്ച് താഴേക്ക് വീഴുമ്പോ അലിയാര് തങ്ങൾ ഓടി വന്ന സ്വഹാബത്തിനോട് പറഞ്ഞു പോയി സുബഹി നമസ്കരിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 പേരുടെയും ചരിത്രം എടുത്തു നോക്കൂ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് യാത്ര പറയുമ്പോ അവിടെ നിന്ന് പറഞ്ഞു ഉമ്മത്തി അസ്സലാ, നമസ്കാരത്തിന്റെ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടാ മുത്തുനബി പോയത്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 63ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ ആ മരിക്കുന്ന സമയത്ത് അവസാനമായിട്ട് സൽമാൻ അൽ ഫാരിസി തങ്ങളടങ്ങുന്ന സ്വഹാബത്തിനോട് അവിടുന്ന് കൊടുത്ത വസിയ്യത്തും നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യമാണ്, പ്രത്യേകിച്ച് സുബഹി നമസ്കാരത്തിന്റെ കാര്യമാണ്. അവിടുന്ന് പറഞ്ഞത് നമസ്കാരത്തെ കുറിച്ചാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം കഥാ കുത്തുകൊണ്ട് മരണത്തോട് മല്ലടിക്കുമ്പോഴും അവിടുന്ന് ചോദിച്ചത് നിങ്ങൾ സുബഹി നമസ്കരിച്ചോ? അല്ലാഹുവേ, എനിക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നിസ്കാരത്തെ കുറിച്ചാ ഓർമ്മപ്പെടുത്തിയത്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഈ ലോകത്തോട് വിട പറയുമ്പോ അവനന്ന് നമസ്കരിച്ചിട്ടല്ലേ, സൂറത്തു ത്വാഹ ഓതി നമസ്കരിച്ചിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടല്ലേ മഹാനവറുകളും ലോകത്തോട് യാത്ര പറഞ്ഞത്. 4ാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കരിക്കാൻ പോകുന്ന സമയത്താണ് ശത്രു വന്നിട്ട് തന്റെ തലവെട്ടി പൊളിക്കുന്നത്. രക്തത്തിൽ കുളിച്ച് കിടക്കുമ്പോഴും ഓടിക്കൂടുന്നവരോട് പറയുന്നത് സഹാബത്തേ, പോയി നമസ്കരിക്കുക സഹാബ. എല്ലാവരും പോയി നമസ്കരിച്ചു. എല്ലാവരും പോയി നമസ്കരിച്ചു. അല്ലാഹുവേ, ഓടി വന്നു നമസ്കാരം കഴിഞ്ഞ സഹാബികൾ മുഴുവനും ഓടിക്കൂടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൂടിയെടുക്കുകയാണ്. അവിടുന്ന് വീട്ടിലേക്ക് ചുമന്നു കൊണ്ടുപോവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളെ വിവാഹം കഴിച്ച അലിയാര് തങ്ങള് നാളെ സ്വർഗ്ഗത്തിൽ യുവാക്കളുടെ നേതാവായ അലിയാര് തങ്ങള്, ആ അലിയാര് തങ്ങള് 2 ദിവസത്തോളം ആ കിടപ്പ് കിടക്കുകയാണ്. 2 ദിവസത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ അതേ കിടപ്പ് കിടക്കുകയാണ്. എല്ലാവരും അടുത്തു വന്നു. എല്ലാവർക്കും ചോദിച്ചവർക്കൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പല സ്വഹാബികളോടും പൊരുത്തം ചോദിച്ചു. എന്തിനവസാനം മുസ്ലിമീങ്ങളുണ്ടല്ലോ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാറ് വെട്ടിയവനെ പിടിച്ചുകൊണ്ടുവന്ന് അവിടുന്ന് പിടിച്ചു കെട്ടിയിട്ട് കൊണ്ടുവന്നപ്പോ അലിയാര് തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ എന്നെ ഇങ്ങനെ കൊന്നത്? അവിടുന്ന് പറഞ്ഞു, 40 ദിവസമായി വാളിൽ ഞാൻ വിഷമം കലർത്തിയിട്ട് നിങ്ങളെ കൊല്ലാൻ നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന് പൊന്നുമോലെ ചെറുപ്പം മുതലേ എടുത്തു വളർത്തിയ ആ
മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അവസാനം മരണത്തോട് മല്ലടിക്കുകയാണ്. അത് വല്ലാത്ത ഒരു രംഗമാണ് സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയല്ലേ, മുത്തുനബിയല്ലേ ചെറുപ്പം മുതൽ എടുത്തു വളർത്തിയത്. മുത്തുനബി തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുത്ത അലിയാരിതങ്ങള് അല്ലാഹുവേ അവസാനം അവിടെ നിന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതുപോലെ ഒരു മരണം കാണാൻ കഴിയുമോ? വളരെ അത്ഭുതമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ഒരു മരണം കാണാൻ കഴിയില്ല. കാരണം മരിക്കുന്ന സമയത്ത് അവസാന സമയം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ അലിയാര് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ദിക്ർ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. പടച്ചവനെ ആ രംഗം കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ സ്വഹാബികൾ ചുറ്റുഭാഗത്ത് നിൽക്കുമ്പോ അലിയാര് തങ്ങളോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ? എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ? സഹാബാ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ ദഖലൽ ജന്ന, അവന് സ്വർഗ്ഗത്തിലാണ് സഹാബ. മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സഹാബ. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കാൻ കിടക്കുന്നവരുടെ ചാരത്ത് പോയിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുമല്ലോ. അതുകൊണ്ട് ആ പ്രവാചകന് പറഞ്ഞു കൊടുക്കണമെന്ന് മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവന്റെ ചാരത്ത് പോയി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും പറഞ്ഞു കൊടുത്താ പോരാ, ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവര് ആരെങ്കിലും പറഞ്ഞു കൊടുത്താ പോരാ. മക്കളിൽ വാപ്പായിക്ക് ഏറ്റവും ഇഷ്ടമാരെയാണ്, ഉമ്മായിക്ക് മക്കളിൽ ഏറ്റവും ഇഷ്ടമാരെയാണ്. അവനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അവരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം എന്തെന്നറിയുമോ? ആ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ശപിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, അതായി കിടക്കുന്ന മനുഷ്യന്റെ മരിച്ചുപോയ വാപ്പാടെ രൂപത്തില്, നിന്റെ ഉപ്പാടെ രൂപത്തില്, നിന്റെ ഉമ്മയുടെ രൂപത്തില് രണ്ടുപേരും ഖബറിനാട് മകനെ പിടപ്പിക്കാൻ പറ്റുന്ന അവസാന സമയം മരിച്ചുപോയ മാതാപിതാക്കളുടെ രൂപത്തിൽ കയ്യിൽ വെള്ളവും പിടിച്ച് ചിരിക്കുന്ന മുഖത്തോടെ തലയുടെ ഇടതുഭാഗത്ത് വന്നിരുന്നിട്ട് പറയുമോ? പറയല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറയല്ലേടാ പിടച്ചു പോകുമെടാ. എടാ അങ്ങനെ പറയരുത്, നീ പിടച്ചു പോകും, നീ നരകത്തിലായി പോകും. മോനെ കുടിക്കാൻ വെള്ളം തരാമടാ. കാരണം ലോകത്തുള്ള സമുദ്രങ്ങളിലെ വെള്ളം മുഴുവനും കുടിച്ചാലും ദാഹം മാറാത്ത സമയമാ. അല്ലാഹു നമ്മുടെ ദാഹം തീർത്തു തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയത്ത് കടലിലെ സർവ്വവെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത സമയമാ. ആ സമയത്താണ് ശപിക്കപ്പെട്ടവന് മരിച്ചുപോയവരുടെ രൂപത്തിൽ അടുത്തു വന്നിരുന്ന് ചുണ്ടിലേക്ക് വെള്ളമൊടിച്ചു തരാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ എന്ന് നമ്മുടെ ഈമാനെ തട്ടിപ്പറിക്കാൻ പോകുന്ന സമയത്ത് ഓടാ ശപിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞ് ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുറക്കം പറഞ്ഞു മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മുത്തുനബിയാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ രക്ഷപ്പെട്ടു സഹാബ, അവൻ രക്ഷപ്പെട്ടു സഹാബ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖസിയ അന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. പരിശുദ്ധമായ ഖുർആന പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ആ മരണത്തിന്റെ വേളയിൽ സക്കറാത്തിന്റെ അവസ്ഥയിൽ അസ്റായീൽ കടന്നു വരുന്ന സമയത്ത് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണേ സഹാബ. പടച്ചവനെ ഇങ്ങനെ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബിയുടെ മരുമോനായ
നബിയുടെ മരുമകനായ ഫാത്തിമയുടെ ഭർത്താവായ ഹസൻ ഹുസൈൻ തങ്ങളുടെ വാപ്പയായ മുത്ത് നബി ചെറുപ്പം മുതലേ എടുത്തു വളർത്തിയ നാലാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പഠിച്ചവരെ പരിശുദ്ധമായ റമളാൻ മാസത്തില് വെള്ളിയാഴ്ചയാണ് സഹോദരാ അവിടുന്ന് റമളാൻ 17-നാണ് അവിടുന്ന് വിട്ടുകൊള്ളുന്നത്, അവിടുന്ന് ശത്രുക്കൾ വധിക്കാൻ നോക്കുന്നത്. 2 ദിവസം കിടന്നു, 3 അല്ലാഹുവേ ഷഹാദത്ത് കലിമ പറഞ്ഞു പടച്ച റബ്ബേ ഷഹീദിനെ പോലെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പറന്നുപോയെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവേ അലിയാര് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. പടച്ചവനെ അലിയാര് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും വെളിച്ചമാക്കണേ അല്ലാ, അവിടത്തെ ഈമാൻ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങൾക്കെതിരിൽ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി വരുമ്പോൾ അലിയാര് ഞങ്ങളെ നേരിട്ടതുപോലെ അലിയാര് ഞങ്ങളുടെ ഈമാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ തരണേ അല്ലാ. പടച്ചവനെ പേടിച്ച് വരണ്ടു പോകുന്നവരാക്കല്ലേ അല്ലാ, പ്രതിരോധിക്കാനുള്ള ശക്തി നൽകണേ അല്ലാ. അലിയാര് തങ്ങൾ കിടക്കുന്ന സ്വർഗ്ഗത്തിൽ അലിയാര് തങ്ങളുടെ മക്കളുടെ പുറകിൽ നിൽക്കാതെ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ സ്വർഗ്ഗം ചോദിക്കാൻ അർഹതയില്ല തമ്പുരാനേ, സ്വർഗ്ഗത്തിൽ കടക്കാൻ അമലുകളില്ല തമ്പുരാനേ. എങ്കിലും അലിയാര് തങ്ങളുടെ ചരിത്രം പറഞ്ഞപ്പോ ഇരുന്ന് കേൾക്കാൻ സമയം കണ്ടെത്തിയവരാണ് റബ്ബേ. ഈ ഇരുന്ന ഇരുത്തത്തിന് പകരമെങ്കിലും നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗം നമുക്ക് തരണേ അല്ലാ. ഈ ഒരുമിച്ച് കൂടൽ അതിനൊരു സബബാക്കണേ അല്ലാ. അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തന്ന ആ ഒരൊറ്റ വസിയത്ത് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നിസ്കാരം കഴിഞ്ഞിട്ട് 10 പ്രാവശ്യം എണ്ണുന്നത് വെറുതെ അല്ല മോനെ. നിസ്കാരം കഴിഞ്ഞ 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ അല്ലത് പറയണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ തസ്ബീഹ് പറയുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് എണ്ണണം. ചുമ്മാതിരുന്ന് ഇമാമിന്റെ പുറകെ ഇരുന്ന് പറഞ്ഞാൽ പോരാ, ഈ ദിക്റ് പറയുമ്പോൾ ഇങ്ങനെ കൈയെണ്ണണം. കാരണം പലരും രോഗം പിടിച്ച് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് പലരും സംസാരിക്കാൻ പോലും പറ്റാതെ കിടക്കുമ്പോഴും കൈ നോക്കിയാൽ കാണാൻ ഇങ്ങനെ അനങ്ങണേ. പലരും മരിക്കാൻ കിടക്കുമ്പോ ഐസിയുവിലാകട്ടെ അല്ലെങ്കിൽ വീടിന്റെ അകത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ എല്ലാവരും അടുത്തിരുന്ന് യാസീൻ ഓതാ തീരാൻ, അപ്പോഴിങ്ങനെ കയ്യനങ്ങുന്നത് കാണാം. എന്ത് അതിങ്ങനെ നിസ്കരിക്കുമ്പോ കയ്യിൽ നിന്ന് ദിക്റ് പറയുമ്പോ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എണ്ണി പഠിച്ചത് കൊണ്ട് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.